السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദുമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രധാനപ്പെട്ട സാദാത്യങ്ങൾ, ശ്രേഷ്ഠരായ പണ്ഡിതന്മാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ മൂന്നാമത് കേരള യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്ന കേരള യാത്രയിലെല്ലാം നാം ഒക്കെ ചിന്തിക്കേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കുന്നതുമായ വിഷയങ്ങളാണ് നാം ഇതിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ വിഷയം എന്താ? ജനങ്ങളോടൊപ്പം എന്നാണ്. വളരെ വിശാലമായ ആശയമാണത്, ചെറിയ ഒന്നല്ല. മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇതര ജീവികളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിയാണ് ഈ മനുഷ്യർ. എല്ലാവർക്കും അറിയാം, ലോകത്ത് മനുഷ്യേതര ജീവികൾ ധാരാളമുണ്ട്. പക്ഷേ മനുഷ്യർക്ക് മാത്രമേ നിയമങ്ങളും നിയമാവലികളും സംഗതികളും ഒക്കെ സംവിധാനിക്കുന്ന മനുഷ്യർക്കാണ്. മനുഷ്യേതര വസ്തുക്കൾക്ക് അങ്ങനെ ഒരു സംവിധാനവും ആരും സംവിധാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിനാണ് അങ്ങനെ പാട് നിയമങ്ങൾ, നമ്മൾ ജീവിക്കേണ്ട ഒരു രീതി, ഇതെല്ലാം നാം സംവിധാനിച്ചത് മനുഷ്യേതര ജീവികൾ എത്ര എണ്ണം, എത്ര ഇനം, എവിടെയെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കൂട്ടായ്മ സാധാരണ ജീവികളുടെ കൂട്ടായ്മ പോലെയല്ല. മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നിരർത്ഥകമായ ജീവിതവുമല്ല. അപ്പം ആ ജീവിതം നിയമത്തിനോടൊത്ത് കൃത്യമായിരിക്കണം. ആരെയും വേദനിപ്പിക്കുന്ന, നീതിയില്ലാത്ത, അധാർമികമായ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റിയവരല്ല മനുഷ്യർ തന്നെ. മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൊള്ളുന്നവൻ കൊള്ളാത്തവൻ രണ്ട് ഇനത്തിലേക്ക് മനുഷ്യൻ വേർതിരിയും. മനുഷ്യേതര വസ്തുക്കളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നീതിയും സത്യവും എല്ലാം വെച്ച് പ്രവർത്തിക്കേണ്ട മനുഷ്യജീവിതം നന്നാവണമെങ്കിൽ എവിടെങ്കിലും ഒരു മേഖലയിൽ പോരാ, എല്ലായിടത്തും ആ നന്മയും ആ വിശുദ്ധിയും ആ വിശാലതയും കാണണം. അതാണ് നാം പറയുന്നത്. അവിടെ തന്നെയാണ്
നമുക്ക് പറയാനുള്ളതോ? മനുഷ്യർ പല മേഖലയിലും ബന്ധപ്പെടുന്നു. പക്ഷേ അതിൽ കൊള്ളേണ്ടതും തള്ളേണ്ടതും ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഏത് പ്രവർത്തനങ്ങളുമായും നാം ബന്ധപ്പെടണമെങ്കിൽ. അതിൽ നന്മയല്ലാതെ തിന്മയിലേക്ക് ഒരാളെ കൊണ്ട് തിന്മയിലേക്ക് പോകാൻ പാടില്ല. അവന് എൻ്റെ ഈ പ്രവർത്തനം തിന്മയാകും എന്ന് കണ്ടാൽ ആ ഒരു പ്രവർത്തനം നടത്താനും പാടില്ല. അവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല. മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ജീവികളല്ലേ. ആ മനുഷ്യർക്ക് വലിയ ബഹുമതി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ ബഹുമതി കാത്തു സൂക്ഷിക്കണം. മനുഷ്യർ പരസ്പരം, ഇതെല്ലാം മനുഷ്യരും പറയുന്ന സംഗതിയാണ്. പക്ഷേ അത് നടക്കുന്നില്ല. അത് നടത്തണം, അത് നടക്കണം, അതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ കാണേണ്ടത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യം മുതൽക്കുള്ള ആ ചരിത്രം അവസാനം വരെ പരിശോധിച്ചാലും അങ്ങനത്തെ ന്യായകരമല്ലാത്ത ഒരു സംഗതിയും ആ ജീവിതത്തിൽ കാണില്ല. അപ്പം അത്രയും വ്യക്തമായ ജീവിതം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം കിട്ടും. ഇപ്പം മനുഷ്യൻ്റെ ആദ്യ ഉൽപ്പത്തി തൊട്ട് ഈ മുർസലീങ്ങളുടെയൊക്കെ പരമ്പര തന്നെ, കുടുംബ പാരമ്പര്യം, അത് തന്നെയും വളരെ വ്യക്തമായി എഴുതപ്പെട്ട് വച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതൊക്കെ ഉള്ളതിന് പുറത്ത് അത് വിശദമായി വേറെയും പിന്നെ അതിന് വിശദീകരണം വന്നു. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ 4 കിതാബുകൾ പഴയ കാലത്ത് അവതരിക്കപ്പെട്ട കിതാബുകളാണ്. ആ കിതാബുകളിൽ ഉള്ളതും അതിൻ്റെ വിശദീകരണങ്ങളായി പിന്നെ വന്നതും, അങ്ങനെ നിരവധി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉല്ലേഖനം ചെയ്യപ്പെട്ട സംഗതികളാണ്. ഇതെല്ലാം ഇവിടെ ലഭ്യവുമാണ്. അതുകൊണ്ട് ഏത് മതത്തിലും ആ മതത്തിൻ്റെ ആളുകൾ മറ്റേ മതക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അവരെ മുഴുവൻ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു സഹോദരമല്ലാത്ത ഒരു തമ്മിൽ അടിച്ചുകൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിനോ ഒരു വഴിയും ഒരു മതത്തിലുമില്ല. മതങ്ങളൊക്കെയും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് എല്ലാ മതത്തിൻ്റെ ആളുകളും പറയുന്നത്. അപ്പം ആ ഒരു സാഹോദര്യം മനുഷ്യർക്കിടയിലൊക്കെ, അതേത് മതത്തിൻ്റെ ആളുകളായാലും, ഇനി മതമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അവരും എല്ലാവരും കുഴപ്പമുണ്ടാക്കി അവിടെ എപ്പോഴും കത്തിക്കുത്തും. അങ്ങനെ എല്ലാ നിലക്കുമുള്ള സമാധാനക്കേടും ഒക്കെ വരുത്തുന്ന ഒരു പ്രവർത്തനം നടത്താനും ആരും പറയുന്നില്ല. എല്ലാം നല്ല നിലയിൽ നടക്കണം, ചലിക്കണം, എല്ലാം ഒരു നീതിയിലും നല്ല രീതിയിലുമായിരിക്കണമെന്ന് എല്ലാവരും പറയുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. നമ്മൾ ഈ കേരള യാത്ര വലിയ അർത്ഥമുള്ളൊരു യാത്രയാണ്. എല്ലാവരും അതുമായി സഹകരിച്ച് ഈ ഉദ്ദേശത്തെ നമ്മൾ വിജയിപ്പിക്കുകയും എല്ലാവരുടെ ഇടയിലും നല്ല ഒരു സഹോദര്യം നാം തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണമെന്ന് സഹോദരവിദ്യ ഞാനും എന്നെപ്പോലെ ഇതേ ആശയം വരുന്ന എത്രയോ ആളുകൾ പറയുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വരണമെന്നും അതിനാവശ്യമായ എല്ലാ വഴികളും നമുക്ക് എളുപ്പമായി കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.